Hello my dear students, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICSIയുടെ CSET കമ്പനി സെക്രട്ടറി എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിലെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്, അതായത് പേപ്പർ നമ്പർ 2A എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലെ നമ്മൾ ICSIയുടെ മോക്ക് ടെസ്റ്റിൽ തന്നെ റിലീസ് ചെയ്തിരിക്കുന്ന ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, നമുക്കൊരു 50 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർ ഡിസ്കഷൻസുമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ തന്നെയാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഒരു മോക്ക് ടെസ്റ്റ് ആണ്. നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ bingtomlearning.com ഇതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര്. വെബ്സൈറ്റിൻ്റെ ലിങ്കും മോക്ക് ടെസ്റ്റിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ വെബ്സൈറ്റിൽ പോവുക, അതിനകത്ത് CSET എന്ന് പറയുന്ന ടാബ് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഓരോരോ ചാപ്റ്റർ വൈസും മോക്ക് ടെസ്റ്റ് നിങ്ങൾക്കുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഫുൾ മോക്ക് ടെസ്റ്റ് എന്താണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ കിട്ടുന്നതായിരിക്കും. അടുത്ത് നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ചാപ്റ്റേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് പോകാം. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സാധാരണ എങ്ങനെയാണോ MCQ എക്സാമിനേഷൻ CSET എഴുതുന്നത് അതേ രീതി തന്നെ എന്താണ് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ ക്വസ്റ്റ്യൻസ് ഡോക്ട്രിൻ ഓഫ് കൺസെൻസസ് അഡിഡം എന്ന പറഞ്ഞൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളൊരു കോൺട്രാക്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് മീറ്റിംഗ് ഓഫ് മൈൻഡ് ഷുഡ് ബി ദ പ്രോപ്പർ വൺ. കറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഈ പേന വിൽക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഈ പേന വാങ്ങിക്കാൻ പോകുന്നു എന്ന് തന്നെ ആയിരിക്കണം. ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്ന്, നിങ്ങൾ ഉദ്ദേശിച്ചത് വേറൊന്നാണെങ്കിൽ അവിടെ നമ്മൾ തമ്മിൽ മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് ഉണ്ടാകില്ല. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഡോക്ട്രിൻ ഓഫ് കൺസെൻസസ് അഡിഡം ഇറ്റ് മീൻസ് ഒറ്റ കോൺസെപ്റ്റേ ഉള്ളൂ. ഒന്ന് ഗോയിങ് അഗെയിൻസ്റ്റ് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല, ഈച്ച് അതർ ആയിരിക്കണം. ടേക്കിംഗ് കൺസെൻറ്റ് ഇത് കുറച്ച് റിലേറ്റഡ് ആണ്, കാരണം കൺസെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കൺസെൻറ്റ് ആയിരിക്കൂടെ സാർ, നൺ ഓഫ് ദ എബോവ് അല്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും രണ്ടെണ്ണം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഏതാണ്? മീറ്റിംഗ് ഓഫ് മൈൻഡ് എന്നൊരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ശരി ഉത്തരം എന്ന് പറയുന്നത്. വിച്ച് വൺ എന്ന് മാർക്ക് ചെയ്ത് വിട്ടേക്കാം. സോ ദിസ് വിൻ അവർ ശരി ഉത്തരം, മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രിൻസിപ്പൽ ആണ്. ഇത് നമ്മുടെ ലീഗൽ റീസണിങ് എന്നൊരു കോൺസെപ്റ്റിൽ വന്നിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പൽ റൂൾസ് ഇതാണ്, നിയമം ഇതാണ്. ദ കൺസിഡറേഷൻ ഓർ ഒബ്ജക്ട് ഓഫ് എൻ എഗ്രിമെന്റ് ഈസ് അൺലോഫുൾ ഇഫ് ദ കോർട്ട് റിഗാർഡ് ഇറ്റ് ഈസ് ഒപ്പോസ് ടു ദ പബ്ലിക് പോളിസി. അതായത് ഇപ്പോൾ ഇമ്മോറാലിറ്റി അല്ലെങ്കിൽ ഡീസെൻസി, ഡിഫോമേഷൻ ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന കോൺട്രാക്റ്റും അതിൻ്റെ ഒബ്ജക്റ്റും കാര്യങ്ങളും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാളെ നമ്മൾ എന്താണ് അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ ഒരാളുമായിട്ട് കോൺട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് എന്താണ്? ഇറ്റ് ഈസ് അൺലോഫുൾ ആണ്. അതിന് കൊടുത്ത കൺസിഡറേഷനും അൺലോഫുൾ ആയിരിക്കും. അപ്പോൾ എവറി അഗ്രിമെന്റ് ഓഫ് ദ വിച്ച് ഒബ്ജക്ട് കൺസിഡറേഷൻ ഈസ് അൺലോഫുൾ വോയിഡ് ആണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് നോക്കാം. A promise to obtain for B an employment in the public service. പബ്ലിക് സർവീസ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സർവീസിൽ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ്, ഇപ്പോൾ PSC എക്സാമിനേഷൻ എഴുതി പോയിട്ട് നമുക്ക് ജോലി കിട്ടുന്ന ഒരു രീതിയുണ്ട്. അതേപോലെ തന്നെ പൈസ കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ ജോലി സമ്പാദിക്കാൻ നമ്മൾ റൂമേഴ്സ് ഒക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ അതേ രീതിയിൽ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ അർഹതയില്ലാത്ത ഒരാൾ പൈസ കൊടുത്ത് കയറിയാൽ അത് ശരിയാണോ? അത് തെറ്റാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ആരെങ്കിലുമായിട്ട് എഗ്രിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എഗ്രിമെൻറ്റ് എന്തായിരിക്കും? വോയിഡ് ആയിരിക്കും. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ 5 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ സാധാരണ നടക്കുന്ന ഒരു കാര്യമാണ്, സിനിമയിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഒന്നാമത്, ഇതൊരു വോയിഡബിൾ കോൺട്രാക്റ്റ് ആകുമോ? ആക്ച്വലി ഇത് കോൺട്രാക്റ്റ് ആകുമോ? അല്ലെങ്കിൽ ദിസ് ഇസ് എൻ എഗ്രിമെന്റ് വിച്ച് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ബൈ ദ ലോ. കാരണം ഒരിക്കലും ഇത് കോൺട്രാക്റ്റ് ആകില്ല, അതുകൊണ്ട് ഇത് ഉത്തരം തെറ്റാണ്. നെക്സ്റ്റ്, ഒരു എഗ്രിമെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ശരിയാണ്. പക്ഷെ ഇത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുമോ? കോടതി കൊണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ 5 ലക്ഷം രൂപ കൊടുത്തു, എനിക്ക് ജോലി കിട്ടിയില്ലെന്ന് വെച്ചോ, അപ്പോൾ ആ ജോലി കോടതി തരുമോ? ഇല്ല. കാരണം എന്താണ് പഠിക്കുന്നത്? എഗ്രിമെന്റ് ഇറ്റ് സെൽഫ് ഇറ്റ് ഈസ് void എന്നൊരു കോൺസെപ്റ്റ് ആണ്. നോക്കി നമുക്ക് മനസ്സിലാവും. എഗ്രിമെന്റ് ഇതുണ്ടോ, ദ എഗ്രിമെന്റ് ബിറ്റ്വീൻ A and B which can be enforced. ഇറ്റ് ഈസ് റോങ് ആൻസർ. നെക്സ്റ്റ് വൺ, there is a contract എന്ന് പറഞ്ഞാൽ നടക്കില്ല. നെക്സ്റ്റ്, ദ എഗ്രിമെന്റ് ബിറ്റ്വീൻ A which cannot be enforced. ഇതാണ് നമ്മുടെ ശരി ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം എന്താണ് നമ്മൾ ശരി ഉത്തരം എന്ന് പറയുന്നത്? കാരണം ഈ എഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമത്തിന് മുമ്പിൽ ഒരു സാധ്യതയില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഒപ്പോസ് ടു ദ പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത്. ഈ കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതിയിൽ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന നടന്ന കാര്യങ്ങളും ജഡ്ജ്മെന്റും ഫാക്റ്റും കാര്യങ്ങളും എല്ലാം കോടതി എന്താണ്
റെക്കോർഡ് ചെയ്ത് വെക്കും. അതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം ജഡ്ജ്മെന്റ് വൺസ് ഇറ്റ് ഈസ് ഡിക്ലെയർ ഇറ്റ് ഈസ് വാലിഡ്. എന്തുകൊണ്ട് കോടതി അങ്ങനെ കൊടുത്തു, കോടതിക്ക് എന്തുകൊണ്ട് ശരി നോക്കി, സുപ്രീം കോടതിയുടെ മെയിൻ കോൺസെപ്റ്റ് ആണ് പറയുന്നത്. അപ്പം കോടതി പറയാണ് ഇന്ന ഓർഡർ, ഇന്നൊരു ജഡ്ജ്മെന്റ് നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യണം. അപ്പോൾ ഒരാൾ ഫോളോ ചെയ്തില്ലെന്ന് വെച്ചോ, ദാറ്റ് ഈസ് കോൾഡ് ആസ് കൺടെംപ്റ്റ് എന്ന് നമ്മൾ പറയും. എന്താണ് കൺടെംപ്റ്റ്? അതായത് കോടതിയുടെ ഉത്തരനെ അപമാനിക്കുക അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്യാതിരിക്കുക, ഡിസ്ഒബീഡിയന്റ് ടു ദ കോർട്ട് റെക്കോർഡ് അല്ലെങ്കിൽ കോടതിയുടെ ജഡ്ജ്മെന്റിനെ നമ്മൾ ഡിസ്റെസ്പെക്ട് ചെയ്യുക. അപ്പോൾ കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ കോടതിയുടെ റെക്കോർഡ്സ് ആണ്, ജഡ്ജ്മെന്റ്സ്, ഫാക്ട്സ്, കേസും കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അതിന്റെ ഒരു ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് അല്ല. ഇപ്പോൾ സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റിലുള്ള എല്ലാവരും ഫോളോ ചെയ്യണം. ഇപ്പോൾ സുപ്രീം കോടതി ആണെങ്കിൽ ഓൾ ഓവർ ഇന്ത്യ ഫുൾ എന്താണ്, അത് അപ്ലിക്കബിൾ ആണ്. സോ it is a competent issue which is not related and it is maintains records ഉറപ്പായിട്ടും തന്നെയുണ്ട്. preserve all its record. അതിനേക്കാൾ ഏറ്റവും എന്താണ് which can punish ഇതാണ് ഏറ്റവും suitable ആയ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഒരു പക്ഷേ ഒരാൾ എന്താണ് ഈ പറഞ്ഞ കോർട്ട് ഓഫ് റെക്കോർഡിനെ ഡിസൊബീഡിയന്റ് ചെയ്താൽ കോടതിനെ അപമാനിക്കുന്ന രീതിയാണ് അല്ലെങ്കിൽ ഡിസൊബീഡിയന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് കോടതിക്ക് വേണമെങ്കിൽ പണിഷ്മെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കോടതി റൂമിൽ സംസാരിക്കുക അല്ലെങ്കിൽ എന്താ ജഡ്ജ്മെന്റിനെ ഫോളോ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതൊക്കെ സെയിം കോൺസെപ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതിന് ക്ലിയർ മക്കളെ ഓക്കെ അല്ലേ? നെക്സ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ എ കോൺട്രാക്ട് ഇൻ എനി ബിറ്റ്വീൻ 2 or more parties ഇറ്റ് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ. നമ്മൾ നെക്സ്റ്റ് 2H നോക്കി. എന്താ 2H പറയുന്നത്? എ കോൺട്രാക്ട് ഈസ് എൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. കറക്റ്റാ? എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് എൻഫോഴ്സിബിൾ? ഓഫർ ആണോ എൻഫോഴ്സിബിൾ? ആക്സെപ്റ്റൻസ് ആണോ? പ്രോമിസ് ആണോ? അഗ്രിമെന്റ് ആണോ? നമുക്കറിയാം സാർ ആൻസർ എന്ന് പറഞ്ഞിട്ട് എഗ്രിമെന്റ് ആണ്. എഗ്രിമെന്റ് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ നമ്പർ ഡി. അപ്പോൾ ഇവിടെ നമ്മൾ എഗ്രിമെന്റ് എഴുതണം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക് ഹോളിഡേയ്സ്. നമ്മൾ ഈ പറയുന്ന പബ്ലിക് ഹോളിഡേയ്സ് എന്നൊക്കെ പറയുന്ന ഡേയ്സ് എവിടെയാണ്, ഏത് ആക്ടിലാണ് പറഞ്ഞിരിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ പറഞ്ഞിട്ടില്ല. ആക്ച്വലി ഇത് പറഞ്ഞിരിക്കുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 നമ്മൾ പഠിക്കുന്നത്. നമുക്കിത് CSET പഠിക്കാനില്ല, എക്സിക്യൂട്ടീവിൽ നമ്മൾക്ക് ചെറിയ രീതിയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് എന്ന് പറയുന്നത്. അപ്പം പബ്ലിക് ഹോളിഡേയ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഡയറക്റ്റ് നമുക്ക് നോക്കാം. ഇത് പറഞ്ഞിരിക്കുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇത് നമ്മൾ പഠിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരേ തെറ്റിന് ഒരാൾ 2 പ്രാവശ്യം ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്നത് എവിടെയാണ്? എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? സെക്ഷൻ എന്താണ്? ആർട്ടിക്കൽ 22 അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്ന് ബേർഡൻ ഓഫ് പ്രൂഫ് ആണോ? അല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇപ്സോ ഫാക്ടോ ലോ. ഓക്കെ, നെക്സ്റ്റ് കോർപ്പസ് ഡെലിക്റ്റി അല്ല, ഡബിൾ കൺവിക്ഷൻ തന്നെയാണ്. പക്ഷെ അതിന് പറയുന്ന കോൺസെപ്റ്റ് ഇതാണ്, ഡബിൾ ജോപ്പാടി എന്ന് പറയും. ഡബിൾ ജോപ്പാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സെൽഫ് ഇൻക്രിമിനേഷൻ ഒക്കെ പഠിച്ചൊരു കോൺസെപ്റ്റ് ഓർമ്മയുണ്ടോ? സെൽഫ് ഇൻക്രിമിനേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് സ്വയം എവിഡൻസ്, ഒരാൾ എന്താണ് ഒരു കോടതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അയാൾ രക്ഷപ്പെടാൻ വേണ്ടിയാണ് മാക്സിമം ശ്രമിക്കുന്നത്, അയാൾ തന്നെ കുറ്റം ഏറ്റുപറയണമെന്ന് കമ്പൽ ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ തെറ്റ് ചെയ്ത സമയത്തുള്ള അതേ ശിക്ഷ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നീട് പിടിക്കപ്പെടുമ്പോൾ നിയമം മാറിയിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷാ നടപടി അനുസരിച്ചല്ല അയാൾ ശിക്ഷിക്കപ്പെടേണ്ടത്, ചെയ്ത സമയത്തുള്ള ശിക്ഷയ്ക്കാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡബിൾ ജോപ്പാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്ത സമയത്ത് എന്തായിരുന്നു അതനുസരിച്ചാണ് നിങ്ങൾക്ക് ശിക്ഷ കിട്ടുക. ഇവിടെ ഒരു തെറ്റിന് 2 പ്രാവശ്യം ശിക്ഷിക്കപ്പെടാൻ പാടില്ല കോടതിയിൽ, അതർ ദാൻ ഇൻ കേസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇപ്പം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് ഈസ് ഫേമലി നോൺ ആസ് ഗ്രീൻ ജഡ്ജ്? നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറയും ഗ്രീൻ ജഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റിസ് കുൽദീപ് സിംഗ് ആണ് ഗ്രീൻ ജഡ്ജ് എന്ന് പറയുന്നത്. കാരണം ഗ്രീൻ ജഡ്ജ് എന്ന് പറയാൻ കാരണം ഇയാളുടെ ആ സർവീസിൻ്റെ കാലഘട്ടത്തിലാണ് ഒരുപാട് എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ്, മെയിനായിട്ട് എയർ പൊല്യൂഷൻ സംബന്ധമായിട്ടുള്ള ഒരുപാട് ഉത്തരവുകൾ ഇറക്കിയ ഒരു ജസ്റ്റിസ് ആയിരുന്നു സുപ്രീം കോടതിയിലെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെയാണ് ഈ താജ്മഹലിൻ്റെ ചുറ്റുപാടുള്ള, താജ്മഹൽ നമ്മുടെ ഒരു സ്മാരകമാണ്, നമ്മളതിനെ സംരക്ഷിക്കണം, മോണമെൻറ്റ്സ് ആണ്, നമ്മളതിനെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ചുറ്റുപാടുള്ള ഇൻഡസ്ട്രിക്ക് എയർ പൊല്യൂഷൻ്റെ ഒരുപാട് ക്രൈറ്റീരിയസും റെഗുലേഷൻസ് കൊണ്ടുവന്നത് ഇദ്ദേഹത്തിൻ്റെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരു സമയത്താണ്, ജഡ്ജ് ആയിരുന്ന ഒരു സമയത്താണ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഓക്കെ, ഗ്രീൻ ജഡ്ജ് എന്ന് പറയുന്നത് എൻവിറോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഡേഴ്സ് നൽകിയതിനാണ് ഗ്രീൻ ജഡ്ജ് എന്ന് പറയുന്നത്. ജസ്റ്റിസ് കുൽദീപ് സിംഗ് ആണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ കറണ്ട് ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് DY
ചന്ദ്രചൂഡാണ് ഇപ്പോഴത്തെ എന്താണ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. ഓർത്ത് നോക്കുക. നെയിം ഓഫ് ദ കറന്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ പ്രയാമ്പിൾ. നമ്മൾ പ്രയാമ്പിൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്തൊക്കെ അതിൻ്റെ അകത്തുണ്ട്, എന്തൊക്കെ അതിൻ്റെ അകത്ത് ഇല്ല എന്ന് പറഞ്ഞത്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റിസ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ ജസ്റ്റിസ്, ഇക്കണോമിക്കൽ ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്. സോഷ്യലിസ്റ്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോഷ്യലിസ്റ്റ്, സെക്യുലർ, സോവറിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? മൊറാലിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ശരിക്കും മൊറാലിറ്റി നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പ്രയാമ്പിൾ അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടില്ല. അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊറാലിറ്റി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്ലിയർ. നെക്സ്റ്റ്, every company in a share having share capital shall be distinguished. ഇപ്പോൾ നമുക്കൊരു 1000 ഷെയർ ക്യാപിറ്റൽ, 1000 ഷെയർസ് ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ ഞാനിപ്പോൾ ഒരു 100 ഷെയർ മേടിച്ചു എന്ന് ഇരിക്കട്ടെ. അതെനിക്ക് എങ്ങനെ കിട്ടുന്നത്? അതായത് ഇപ്പോൾ 801 തൊട്ട് എന്താണ് ഈ പറഞ്ഞ 900 വരെ ഞാനാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ എല്ലാ ഷെയർസിനും എന്തുണ്ടായിരിക്കും? എല്ലാ ഷെയർസിനും നമ്പർ ഉണ്ടായിരിക്കും. ആ നമ്പറിന് പേരാണ് ഡിസ്റ്റിങ്റ്റീവ് നമ്പർ. എമൗണ്ടിനെ കുറിച്ച് അവിടെ പറയത്തില്ല, കാരണം എമൗണ്ട് മേ ചേഞ്ച്. കാരണം എന്താണ്, ഇപ്പം നമ്മളിപ്പോൾ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തൊരു സംഭവമാണെങ്കിൽ ഷെയർ മാർക്കറ്റിന് പ്രൈസ് കൂടുകയും കുറയുകയും എന്ന് വിളിച്ച് ഇപ്പോൾ കൊടുത്ത പൈസയെ കുറിച്ച് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്പർ ഓഫ് ഷെയർസ് മാത്രം മെൻഷൻ ചെയ്താൽ മതി. അത് നമ്മൾ ഷെയർ സർട്ടിഫിക്കറ്റിൽ മെൻഷൻ ചെയ്യുകയുള്ളൂ. സോ ഇറ്റ് ഈസ് ആൻസർ വിൽ ബി ഡിസ്റ്റിങ്റ്റീവ് നമ്പറിനെ കുറിച്ചാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഇതൊരു അമെൻമെൻറ്റിൻ്റെ ഒരു ക്വസ്റ്റൻ ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 103ാമത്തെ അമെൻമെൻറ്റ് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? മെക്കാനിസം കൊറോണ വൈറസിനെ കുറിച്ചൊന്നും അല്ല പറയുന്നത്, GSTനെ കുറിച്ചും അല്ല പറയുന്നത്. നമ്മൾ എന്താണ് ദിസ് കോൺസെപ്റ്റ് ആണ് പറയുന്നത്. 10% എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ്. അപ്പോൾ ഇതിന് ഫുൾ ഫോമിന് വേണ്ടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത് EWS എന്ന് പറഞ്ഞാൽ എന്താണ്? 103ാമത്തെ അമെൻമെൻറ്റിലാണ് 10% റിസർവേഷൻ ഫോർ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. 103ാമത്തെ അമെൻമെൻറ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓർത്ത് വെക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഡീഷ്യറി എന്ന് പറഞ്ഞാൽ നമ്മളിത് കോൺട്രാക്ട് ആക്ടിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഫിഡീഷ്യറി നമ്മൾ അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഫിഡീഷ്യറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? വിശ്വസ്തത. അഡ്വക്കേറ്റ് ക്ലെയിം എന്ന് പറഞ്ഞാൽ വിശ്വസ്തത എന്നൊരു സംഭവമാണ്. ബ്ലഡ് റിലേഷൻ ഒന്നും അല്ല, മണി അല്ല. അത് കോൺട്രാക്ട് എന്ന് പറയുന്നത് കോൺട്രാക്ട് തന്നെയാണ്, പക്ഷേ എന്തിൻ്റെ ബേസിലുള്ള റിലേഷൻഷിപ്പ് ബേസ്ഡ് എന്ന് നോക്കുന്നത്. ബോസിന് കോൺട്രാക്ട് ഒന്നുമല്ല, അതൊരു വിശ്വസ്തതയുടെ കൊണ്ടാണ് ആ ഒരു ഫിഡീഷ്യറി ബന്ധം. ഇപ്പോൾ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം വിശ്വസ്തതയാണ്. അഡ്വക്കേറ്റ് ക്ലയൻറ്റ് വിശ്വസ്തതയാണ്. രോഗി അതേപോലെ പേഷ്യൻറ്റും ഡോക്ടറും ബ്ലഡ് റിലേഷൻ ഒന്നും തന്നെയല്ല, അതിലെന്താണ് വിശ്വസ്തതയാണ്. ഡോക്ടർ പറയുന്നത് എന്താണ് രോഗി അനുസരിക്കണം, അല്ലെങ്കിൽ ഡോക്ടർ തരുന്നതെല്ലാം രോഗിയുടെ നല്ലതിന് വേണ്ടിയാണ് എന്നൊക്കെ നമ്മൾ പറയുന്ന കോൺസെപ്റ്റ്. നെക്സ്റ്റ്, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് നമുക്ക് ഇൻഡെംനിറ്റി ഗ്യാരണ്ടി നമുക്കറിയാം, അത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ്. എങ്ങനെയാണ്? ഓറൽ, റിട്ടൺ. ഇവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല. കോൺട്രാക്ട് മേ ബി ഓറൽ ഓർ റിട്ടൺ ആയതുകൊണ്ട് തന്നെ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്തായിരിക്കും? ഇറ്റ് ഈസ് ഓറൽ ഓർ റിട്ടൺ ആയിരിക്കും. 2 രീതിയിൽ നമുക്ക് എന്താണ് അതിന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ C ആണ് ക്വസ്റ്റിൻ്റെ ആൻസർ. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഇത് നമ്മൾ ലോ ഓഫ് ടോർട്ടിലും കുറച്ചും കൂടെ കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. കണ്ടോ? എ പേഴ്സൺ ക്യാൻ ക്ലെയിം ഡാൻ ഫോർ ഓൾ ദ റോങ്സ് വട്ട് ഹി ഹാസ് സഫേർഡ്. നമ്മൾ ഇഞ്ചുറിയ സൈനെ ഡാംനം, ഡാംനം സൈനെ ഇഞ്ചുറിയ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ലോ ഓഫ് ടോർട്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും എല്ലാത്തിനും നമുക്ക് ഡാമേജസ് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഡാമേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പൻസേഷൻ ഇൻ ദ ഫോം ഓഫ് മണി ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവിടെ എന്താണ്? ഒരാളുടെ ലീഗൽ റൈറ്റിനെ ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ അടുത്ത് വേറൊരു സ്കൂൾ തുടങ്ങുന്നു, അപ്പോൾ അവിടെ നഷ്ടമാകും, നമുക്കതിന് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവളുടെ റൈറ്റ് ടു വോട്ടുണ്ട്, അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ എന്താണ് അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റ് മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യണം. ഇതൊക്കെ ഒരു ബേസിക് റൈറ്റ് ആണ്. അപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അതിന് അഗേൻസ്റ്റ് കേസ് കൊടുക്കാൻ പറ്റുമോ? അവിടെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ, കാരണം ഞാൻ റൈറ്റ് ടു വോട്ട് ചെയ്യാൻ എൻ്റെ അധികാരമുണ്ട്, അത് എന്നെ റെസ്റ്റിക്ക് കുഴപ്പമെന്നാണ്. ഞാൻ അവിടെ വോട്ട് ചെയ്യാൻ തരുന്ന സമയത്ത് അവിടുത്തെ ഗേറ്റ് കീപ്പർ പറഞ്ഞു നീ വോട്ട് ചെയ്യേണ്ടാവും. അപ്പം ഞാനൊരു വോട്ട് ചെയ്തിട്ട് ഒരു വോട്ട് കൊണ്ട് ആരും ജയിക്കാനോ തോക്കാനോ പോകുന്നില്ല, എനിക്ക് നഷ്ടമില്ല, അവർക്കൊരു നഷ്ടമില്ല. പക്ഷേ എനിക്ക് കേസ് കൊടുക്കാൻ പറ്റും, എനിക്ക് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ലീഗൽ റൈറ്റ് ഇൻഫ്രിഞ്ച് ചെയ്യണം. ഇൻഫ്രിഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ലംഘിക്കപ്പെടണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് കേസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്? ഇത് തെറ്റാണ്. A person can claim damages for the wrong if it is caused by infringement of legal right. ഇവിടെ തന്നെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വായിച്ച് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വായിക്കാം. എന്താണ്? എ പേഴ്സൺ ക്യാൻ ക്ലെയിം ഡാമേജസ് ഫോർ ദ റോങ്സ് ഓൺലി ഇഫ് ദേ ആർ ഇന്റൻഷനലി ചെയ്തത് മാത്രം. അങ്ങനെയൊന്നുമില്ല. ഓൾ ദ എബവ് ആർ കറക്റ്റ്. അപ്പോൾ
അതൊരിക്കലും വരത്തില്ല. അപ്പോൾ ഇവിടെ കാരണം ഇതെന്താണ്, ഇത് തെറ്റായതുകൊണ്ട് ഓൾ ദ എബോവ് വരില്ല. അപ്പോൾ നമുക്ക് ആദ്യമേ ആൻസർ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ നെഗറ്റീവ് ആൻസേഴ്സിനെ എന്താണ് നമ്മൾ ആദ്യമേ അവോയ്ഡ് ചെയ്യണം. നമ്മൾ പറയത്തില്ലേ, നമ്മൾ എന്താണ് സുരേഷ് ഗോപിയുടെ പരിപാടി കാണുന്നത് എലിമിനേറ്റ് ദ റോങ് ആൻസർ. അതേപോലെ നമ്മൾ റോങ് ആൻസർ എലിമിനേറ്റ് ചെയ്യണം ആദ്യമേ. അതിനുശേഷം ശരി ഉത്തരത്തെ ഏറ്റവും അപ്രോക്സിമായിട്ടുള്ള ഉത്തരം നമ്മൾ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് ഇവിടെ 2002 നമ്മളുടെ കോമ്പറ്റീഷൻ ആക്ട് ഒക്കെ വന്നത്. ഈ കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യയിൽ ആമസോണും ഫ്ലിപ്കാർട്ടും ഉണ്ട്, മിന്ത്രയും ഉണ്ട്, അങ്ങനെ ഒരുപാട് എന്താണ് വെബ്സൈറ്റുകളുണ്ട്, ഇ കോമേഴ്സ് സൈറ്റുകളുണ്ട്. അപ്പോൾ ആമസോൺ പറയുകയാണ് നാളെ ഞാൻ ഫ്ലിപ്കാർട്ട് ഉൾപ്പെടെ ഇന്ത്യയിലുള്ള എല്ലാ ബ്രാൻഡുകളെയും ഞാൻ വാങ്ങിക്കുന്നു. അപ്പം അങ്ങനെ വായിച്ചൊന്ന് ആലോചിച്ച് അവസ്ഥ നോക്കി. അതായത് നാളെ ആമസോൺ എന്ത് പറയുന്നത് നമ്മൾ കേൾക്കേണ്ടി വരും. ഇപ്പോൾ എന്തുകൊണ്ട് നല്ലപോലെ പോകുന്നത്, കാരണം ഭയങ്കര കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ന്യായമായ വിലയ്ക്ക് ക്വാളിറ്റി പ്രൊഡക്ട്സ് കിട്ടും. അപ്പോൾ ഇങ്ങനെ മോനോപ്പൊലി എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമുള്ളൊരു സിറ്റുവേഷൻ, ഡുവോപ്പൊലി, ഒലിഗോപ്പൊലി, ഇതൊക്കെ നമ്മൾ എക്കണോമിക്സിൽ കേട്ടൊരു സംഭവമാണ്. അപ്പോൾ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2002 കോമ്പറ്റീഷൻ ആക്ട് വന്നപ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്ന ആക്ട് ഏതാണ്, അപ്പോൾ ഏതിനെ റിപ്പീൽ ചെയ്ത് അല്ലെങ്കിൽ റിപ്ലേസ് ചെയ്തിട്ടാണ് കോമ്പറ്റീഷൻ ആക്ട് വന്നത്. ട്രേഡ് മാർക്ക് റിലേറ്റഡ് അല്ല, കോപ്പിറൈറ്റും റിലേറ്റഡ് അല്ല, കോൺട്രാക്ട് മാറിയിട്ടില്ല നമുക്കറിയാം. അപ്പോൾ ഇതെന്താണ്, ഇത് മൂന്ന് റിലേറ്റഡ് അല്ല. ഇതാണ് ആൻസർ, മോണോപ്പൊളിസ്റ്റിക് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ MRTP ആക്ട് ആണ്. ഇപ്പം നിലവിലില്ല. അതിനെ മാറ്റിയിട്ടാണ് എന്ത് വന്നത്, അതിനെ മാറ്റിയിട്ടാണ് കോമ്പറ്റീഷൻ ആക്ട് വന്നത്. ക്ലിയർ? നെക്സ്റ്റ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ നമുക്കറിയാം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ്. അവിടെ പറയുന്നത് ആർട്ടിക്കൽ 21A അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിന് കൂടുതൽ ഡിസ്കഷൻ ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്കില്ല. നെക്സ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ് എവിടെ നിന്നാണ് എടുത്തത്? ഫണ്ടമെന്റൽ റൈറ്റ് നമുക്ക് എടുത്തിരിക്കുന്നത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. കാരണം നമ്മുടെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അവരുടെ വി ദ പീപ്പിൾ ഓഫ് അമേരിക്കയാണ്. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ് അവരുടെ അതേ കോപ്പി പേസ്റ്റ് എന്നല്ല, മീൻസ് most of the provisions we have taken from the US, United States of America. എല്ലാ രാജ്യത്തിനും എന്താണ് അതിൻ്റെതായ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമ്മൾ എടുത്ത് കാരണം 70+ രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടാണ് ഡോക്ടർ BR അംബേദ്കർ എന്താണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ ഉണ്ടാക്കിയപ്പോൾ സ്വന്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ വന്ന കാര്യങ്ങളല്ല ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പല നല്ല കോൺസ്റ്റിറ്റ്യൂഷൻ റെഫർ ചെയ്തിട്ടാണ് വളരെ മനോഹരമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓർത്ത് നോക്കി, ഏതാണ് ഫണ്ടമെന്റൽ റൈറ്റ്. നെക്സ്റ്റ് ടെർപ്പീസ് കോൺട്രാക്ടസ് മീൻസ് ഏത് ചാപ്റ്ററാണ്? ഓർമ്മയുണ്ടോ? ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ലീഗൽ റീസണിങ്. ഓർമ്മയുണ്ടോ? ലീഗൽ റീസണിങ് എന്ന് പറയും. ലീഗൽ റീസണിങ് 5ാമത്തെ ചാപ്റ്ററാണ്. അവിടെ നമ്മൾ ഇങ്ങനത്തെ ഒരുപാട് വാക്കുകൾ പഠിക്കുന്നുണ്ട് അല്ലേ? എന്താണ് ആക്ടേഴ്സ്, നോൺ ഫെസിട്രി, നിസിമിൻസിട്രി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വാക്കുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എടുത്ത പ്രോപ്പർ ടൈം നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കണം. അപ്പോൾ ഇവിടെ ടെർപ്പീസ് കോൺട്രാക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മോറൽ കോൺട്രാക്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇവിടെ കണ്ടോ, ഇത് രണ്ടും നോക്ക് എപ്പോഴും നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റൻ ഒരു തരത്തിലുള്ള. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ടും ഒരേപോലെ വന്നിട്ടുണ്ടെങ്കിൽ ആൻസർ ഓബിയസ്ലി ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തതല്ല, CSETയിലെ മോക്ക് ടെസ്റ്റിലുള്ളൊരു സംഭവമാണ്. അതൊന്ന് ഡയറക്റ്റ് ആണ് എടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ അവർ തന്ന ഓപ്ഷൻ തന്നെയാണ് ഇൻഫേമസ് കോൺട്രാക്ട്, ഇൻഫോർമൽ കോൺട്രാക്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്, കറക്റ്റ് അല്ലേ? അപ്പോൾ ഓബിയസ് നമ്മൾ ഇതൊരു എന്താണ് ഒന്നും അറിയത്തില്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ട്രൈ ആണ്. അപ്പോൾ ഇവിടെ ഇൻഫേമസ് കോൺട്രാക്ട്, ഇമ്മോറൽ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ ചെയ്യാൻ പറ്റിയെങ്കിൽ ഇറ്റ് ഈസ് ആൾവേസ് എന്താണ് ഇമ്മോറൽ കോൺട്രാക്റ്റ് ആണ്. അതായത് നമുക്കൊരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് 4 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നേക്കാളും അപ്പോൾ 2 മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതിയല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രയാമ്പിൾ വായിച്ച് നമുക്ക് മനസ്സിലാകും എപ്പോഴാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തത് ഓഗസ്റ്റ് 15 അപ്പോൾ നോക്കിക്കേ, കോമൺ ആയിട്ട് എന്തുണ്ട്? കോമൺ ആയിട്ട് 2 ഉണ്ട്, കറക്റ്റ് അല്ലേ? നവംബറും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതിന് അവോയ്ഡ് ചെയ്യാൻ പറ്റും സാറേ? ഇതെന്താണ് നമ്മൾ എന്താണ് റിപ്പബ്ലിക് ഡേ അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അഡോപ്റ്റഡ് ആണ്. ഓക്കെ, ഓർത്ത് വെക്കുക. അപ്പോൾ എപ്പോഴാണ് നമുക്കറിയാം, നമ്മൾ ആ പ്രയാമ്പിൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. 26 നവംബർ നമ്മൾ എന്താ ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അഡോപ്റ്റ് ചെയ്തതും ആ ദിവസമാണ് ഫൈനൽ കൺക്ലൂഷൻ ചെയ്തത്, ശരിയല്ലേ? 1949 സോ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി ആണ്. നമ്മുടെ ആൻസർ 1949. നെക്സ്റ്റ് ക്വാസി കോൺട്രാക്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോൺട്രാക്റ്റിന്റെ ഒരു വേറെ വേർഷൻ ആണ് ക്വാസി കോൺട്രാക്ട് എന്ന് പറയുന്നത്. അതായത് ഓഫർ ഇല്ലെങ്കിലും അക്സെപ്റ്റൻസ് ഇല്ലെങ്കിലും എഗ്രിമെന്റ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ, അതായത് സെക്ഷൻ 10 പറയുന്ന ഒരു എസെൻഷ്യലും ഇല്ലാതെയും ഒരു കോൺട്രാക്ട് ആകുന്നതാണ് ക്വാസി കോൺട്രാക്ട് എന്ന് പറയുന്നത്. ക്വാസി കോൺട്രാക്ട് അറൈസിങ് ഫ്രം എ ഡീഡ്, നമ്മൾ അങ്ങനെ കേട്ടിട്ട് പോലുമില്ല. ഇത് ലീഗൽ പോർഷൻ ആണ്. എന്താണ്? നൺ ഓഫ് ദി എബോവ് ഒരിക്കലും വരില്ല, കാരണം ഇതിൽ ആൻസർ വരണം ഫ്രം ദ കണ്ടക്ട് ഓഫ് എ പാർട്ടി
ഓർ കോൺട്രാക്ട് കംസ് ഇൻ ടു, നമുക്ക് ചെറിയ റിലേഷൻ ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വോയിഡബിൾ കോൺട്രാക്ട് നമുക്കറിയാം എന്താണ് വോയിഡബിൾ എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു കോൺട്രാക്റ്റിൽ നിങ്ങൾ എൻ്റർ ചെയ്യിപ്പിച്ചു, കറക്റ്റ് അല്ലേ? അപ്പോൾ നാളെ നിങ്ങൾ പറയുകയാണ് സാർ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യിപ്പിച്ചത് നിങ്ങൾ പറയുന്നു. അപ്പോൾ ആ ഒരു സിനാരിയോയിൽ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നാളെ ആൾറെഡി വാലിഡ് ആയ ഒരു കോൺട്രാക്ട് നിങ്ങൾ വോയിഡ് ആവുകയാണ്. സോ ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പാർട്ടി. ആക്ച്വലി ദർ ഈസ് നോ മീനിങ് ഫോർ ക്വാസി കോൺട്രാക്ട്, ഇറ്റ്സ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, അപ്പോൾ ഇതിപ്പോഴും എന്താണ്, ഒരു പാർട്ടീനെ ആശ്രയിച്ചിരിക്കുന്നു. ഇത് വോയിഡ് ആയാൽ മാത്രമേ, ആഫ്റ്റർ എഫക്റ്റ് ആണ് എപ്പോഴും ഇതിനെ സംബന്ധിക്കുക, സെക്കൻഡറി ആണ് എപ്പോഴും എന്ത് ഈ ക്വാസി കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എപ്പോഴും പ്രോപ്പർ ആൻസർ പറഞ്ഞാൽ ദിസ് വൺ ആണ്. ഓക്കെ, ഇതൊക്കെ ചോദിക്കൂട്ടെ എക്സാമിനേഷനിലെ, നിങ്ങൾ മറക്കരുത്, കാരണം അവർ റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചോദിച്ചുകൊണ്ടേ ഇരിക്കും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നെക്സ്റ്റ്, maximum number of members in a private limited company excluding present and past employees. Provision or provided further that current employees, former employees, ഇനി ഒരാളും കൂടെ എക്സ്ക്ലൂഡ് ആകും. ഏതാ? ജോയിന്റ് ഷെയർ ഹോൾഡിംഗ്. മാക്സിമം എത്ര നമുക്ക് ഇത് ഈ ഒരു സംഭവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താണ്, ഇതിപ്പോൾ ഇവിടെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന സ്ഥലത്ത് ഇൻക്ലൂഡിംഗ് എന്ന് പറഞ്ഞാലോ, എക്സ്ക്ലൂഡ് ഇൻക്ലൂഡ് എന്ന് അതിന് അർത്ഥം ഉണ്ടാകില്ല. അപ്പോൾ എക്സ്ക്ലൂഡിംഗ് എക്സെപ്ഷൻ ഇറ്റ് ഈസ് മാക്സിമം എത്ര നമുക്ക് അറിയാവുന്ന കാര്യമാണ് 200. 7 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇറ്റ് ഈസ് മിനിമം നമ്പർ ഓഫ് members in a public limited, this is maximum in public limited. 100 is not specified with partnership act inde, as companies act 100 ആണ് ഓപ്ഷൻ പറയുക. അപ്പോൾ ആൻസർ ഏതാണ്? 200 ആണ്. ഓക്കെ, നെക്സ്റ്റ്, ലോ ഓഫ് ടോട്ടിൽ. ഇൻ ലോ ഓഫ് ടോട്ട് 2A നമ്മൾ പറയുന്നത് 2B പഠിക്കുന്നത് the meaning of unliquidated damages. ഓക്കെ, ഇറ്റ്സ് ആക്ച്വലി അൺലിക്വിഡേറ്റഡ് ഡാമേജസ് ആണ്. ഡാമേജസ് എന്ന് പറഞ്ഞാൽ പരിഹാരം. അപ്പോൾ ലിക്വിഡേറ്റഡ് ഡാമേജസ് ഉണ്ട്, ലിക്വിഡേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആൾറെഡി പ്രീ ഫിക്സ് ചെയ്ത ഡാമേജസ് കോമ്പൻസേഷൻ ഇസ് എ പെനാൽറ്റി രീതിയിലാണ്. എന്താണ് അത് നമ്മൾ ഇന്ത്യയിലും ഇംഗ്ലീഷ് ലോ ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല, CA ഫൗണ്ടേഷനും ഇട്ടില്ല, അങ്ങനെ കമ്പാരിസൺ ഉണ്ട്, ജസ്റ്റ് ഞാൻ സൂചിപ്പിച്ചതാണ്. അപ്പം ലോ ഓഫ് ടോട്ടൽ അൺലിക്വിഡേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ നിങ്ങളുടെ വീട്ടിൽ അതിക്രമിച്ച് മോഷ്ടിക്കാനൊന്നുമല്ല, ഗേറ്റ് തുറന്ന് ഞാൻ കയറി, ട്രെസ്പാസ് എന്ന് പറയും. അപ്പോൾ ഈ ട്രെസ്പാസ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഗേറ്റ് തുറന്ന് കയറി, നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ട്രെസ്പാസസ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ കയറുന്ന ആ ഒരു സമയത്ത് അൺലിക്വിഡേറ്റഡ് ഡാമേജ് എനിക്ക് 10,000 രൂപയാണ്, എനിക്ക് 20,000 രൂപ തരണം, സാറ് ഗേറ്റ് തുറന്ന് കയറി നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ കോടതി എന്താണ്, നിങ്ങൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ കോടതി നിങ്ങളുടെ നിലയും വിലയും അനുസരിച്ച് എന്താണ് ഒരു എമൗണ്ട് കോടതി നിങ്ങൾക്ക് തരും. ഓക്കെ, ഓർത്ത് വെക്കുക. ഇൻ ലോ ഓഫ് ടോട്ട്സ് the meaning of unliquidated damages is അസർട്ടൈനബിൾ അല്ല, പെനാൽറ്റി എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആയിരിക്കും, പനിഷ്മെൻറ്റും അല്ല. ഇതാണ് ആൻസർ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ട് എന്താണ് കോടതി നിങ്ങൾക്ക് തരും, നിങ്ങളുടെ നിലയും വിലയും അനുസരിച്ച്. അപ്പോൾ ഓപ്ഷൻ നമ്പർ സി എന്ന് പറഞ്ഞതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ നമ്പർ സി ഈസ് എ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ലോ ഓഫ് ടോട്ടിനെ കുറിച്ച് തന്നെയാണ്. So law of tort and law of tort act ഒന്നുമില്ല. Okay, the law of torts are largely based on bill of parliament, act of the parliament. അപ്പോൾ ഇത് രണ്ടും സെയിം ആയിട്ട് വരും, ഇല്ല ഓർഡിനൻസ് ഒന്നുമല്ല. ഇത് കോടതിയിൽ വരുന്ന ഡിസിഷൻസ് ആണ്. ഇഞ്ചുറിയ സൈനൈ ഡാംനം സൈനൈ ഇഞ്ചുറിയ, നമ്മൾ ആ ഒരു ചാപ്റ്റർ വായിക്കാൻ നമുക്ക് മനസ്സിലാവും. നമ്മൾ ആക്ടിനെ കുറിച്ചൊന്നും പ്രതിപാദിക്കുന്നില്ല. നമ്മളവിടെ പല കാര്യങ്ങളും കുറേ കേസ് ലോസ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ, കേസ് കൊടുക്കുന്നു, അവിടെ അങ്ങനെ സംഭവിക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം കോടതിയുടെ ഡിസിഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് അവിടെ ഉള്ളത്. നെക്സ്റ്റ്, നമ്പർ ഓഫ് ലാംഗ്വേജസ് ഇൻ ദ 8th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം, ജനറൽ നോളേജ് ആണ്. 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 8th ഷെഡ്യൂൾ എന്താണ് മെൻഷൻ. നമുക്കറിയാം ഇന്ത്യയിൽ പല രീതിയിലുള്ള ലാംഗ്വേജസ് ഉണ്ട്, നമ്മൾ പല രീതിയിലുള്ള ലാംഗ്വേജ് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ 22 ആണ് ഒഫീഷ്യൽ ലാംഗ്വേജസ് ആയിട്ട് എന്താണ് 8th. അപ്പോൾ എന്നിട്ട് 8th ഷെഡ്യൂളിൽ എന്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു ക്വസ്റ്റനും കൂടെ വരാം. ഇപ്പോൾ 8th ഷെഡ്യൂളിൽ 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ടെന്ന് ഓർത്ത് വെക്കാം. നെക്സ്റ്റ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിൽ ആരാണ് കോമ്പിറ്റന്റ്, എവിടെയാണ് കോമ്പിറ്റൻസിനെ കുറിച്ച് പറയുന്നത്? സെക്ഷൻ നമ്പർ 11 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1870 പറയുന്നുണ്ട്. ആർക്കൊക്കെ പറ്റും? പേഴ്സണിന് പറ്റും, സൗണ്ട് മൈൻഡിന് പറ്റും, എനി അതർ പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ്, റൈറ്റ്. അപ്പോൾ ഇവിടെ ഇൻസെയിൻ പേഴ്സൺ അൺസൗണ്ട് മൈൻഡിന് പറ്റുമോ? ഇല്ല. ആ പേഴ്സൺ ഈസ് മൈനർ ആൻഡ് സൗണ്ട് മൈൻഡ് ഓഫ് സൗണ്ട് ഇല്ല, ഒരിക്കലും പറ്റത്തില്ല, കറക്റ്റാ. നെക്സ്റ്റ്, നൺ ഓഫ് ദി ഒരിക്കലും വരില്ല. സോ എ പേഴ്സൺ ഈസ് മേജർ സൗണ്ട് മൈൻഡ് നോട്ട് ഡിക്ലെയർഡ് ആസ് ഡിസ്ക്വാളിഫൈഡ്. ഏതൊക്കെയാണ്? ഏലിയൻ എനിമീസ് ആകാൻ പാടില്ല, ഇൻസോൾവെന്റ് ആകാൻ പാടില്ല, കൺവിക്റ്റ് ആകാൻ പാടില്ല, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോൺട്രാക്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല. സോ ഓപ്ഷൻ നമ്പർ ദിസ് വൺ ഈസ് എ കറക്റ്റ് ആൻസർ.
ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇതൊരു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ സ്പീഡായിട്ട് പോകുന്നത്. ഇത് ആക്ച്വലി നമ്മൾ ക്ലാസ് അല്ല എടുക്കുന്നത്, നമ്മൾ ക്ലാസ് എടുത്തതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ സാർ ഭയങ്കര സ്പീഡാണെന്ന് പറയരുത്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് വൺ. നമുക്കറിയാവുന്നൊരു കാര്യമാണ് കമ്പനീസ് ആക്ടിൽ സലോമൺ വേഴ്സസ് സലോമൺ കമ്പനി ലിമിറ്റഡ് അതൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ കമ്പനിയുടെ ഫീച്ചേഴ്സ് നമുക്കറിയാം, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി ആണ്, അതേപോലെ ലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ട്, സെപ്പറേറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, പെർപെക്ച്വൽ ഇതെല്ലാം ഫീച്ചർ തന്നെയാണ്. പക്ഷേ നമുക്കറിയാം കമ്പനിയും അതിൻ്റെ ഓണേഴ്സും രണ്ടും രണ്ടാണെന്ന് പറയുന്നൊരു ഫീച്ചർ ഉണ്ട് അല്ലേ. അതായത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? കമ്പനി ഈസ് സെപ്പറേറ്റ് ആൻഡ് ദ മെമ്പേഴ്സ് ഈസ് സെപ്പറേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മെമ്പേഴ്സ് ഈസ് സെപ്പറേറ്റ്. അപ്പോൾ ഇവിടെ കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ലിമിറ്റഡ് ലയബിലിറ്റി ആണോ? അല്ല. ഇതെല്ലാം കമ്പനിയുടെ ഫീച്ചേഴ്സിനെ കുറിച്ചല്ല ചോദിക്കുന്നത്. സാറേ സെപ്പറേറ്റ് വന്നു, അപ്പോൾ ഇവിടെ സെപ്പറേറ്റ് പ്രോപ്പർട്ടിനോ കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി എന്നൊരു ഫീച്ചറാണ്. നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ കമ്പനിയിലോ പഠിക്കാൻ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നതാണ് എന്താ ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സലോമൺ വേഴ്സസ് സലോമൺ. ഓക്കെ, നെക്സ്റ്റ് ചോദിക്കാം കോർപ്പറേറ്റ് പേഴ്സണാലിറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന കേസ് ലോ ഏതാണ്? അത് സലോമൺ വേഴ്സസ് സലോമൺ കമ്പനി ലിമിറ്റഡ് ആണ്. നെക്സ്റ്റ് KMPയിൽ ആരൊക്കെ വരും വരില്ല എന്നൊരു കോൺസെപ്റ്റ് ആണ്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 28 ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഡെഫിനേഷൻ ഓഫ് KMP. അപ്പോൾ KMP എന്ന് പറഞ്ഞാൽ കീ മാനേജർ പേഴ്സൺ. ആരൊക്കെ വരും നമുക്കറിയാം. മാനേജിംഗ് ഡയറക്ടർ വരും, MD വരും, CEO വരും, CFO വരും, കമ്പനി സെക്രട്ടറി വരും, ഓൾ ടൈം ഡയറക്ടർ വരും, മാനേജർ വരും, മാനേജിംഗ് ഡയറക്ടർ വരും. ഇൻഡിപെൻഡന്റ് ഡയറക്ടറിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല, 149ലാണ് പറയുന്നത്. നിങ്ങൾക്ക് അത് പഠിക്കാനില്ലാത്തതുകൊണ്ട് വരില്ല. ക്ലിയർ ആണോ? അപ്പോൾ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് എ കമ്പനി എന്നാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിസിഷൻസ് നൽകാൻ വേണ്ടിയുള്ള ഒരാളാണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഓർത്തുക. അപ്പോൾ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഒരിക്കലും ബോർഡിൽ വരില്ല. ബോർഡ് പറഞ്ഞാൽ KMPയിൽ വരില്ല, കാരണം അത് എക്സിക്യൂട്ടീവ് മാത്രമേ വരികയുള്ളൂ. നെക്സ്റ്റ് നമ്മൾ 3 ടൈപ്സ് ഓഫ് ലയബിലിറ്റി ടോട്ടൽ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്ട്രിക്റ്റ് ലയബിലിറ്റി or absolute liability, vicarious liability or vicarious liability of the state. അപ്പോൾ ഇതിൻ്റെ അകത്ത് മാസ്റ്റർ ഈസ് ജനറലി ലയബിൾ ഫോർ ദ ആക്ട്സ് ഓഫ് ഹിസ് സെർവൻറ്റ്. അപ്പോൾ സെർവൻറ്റ് എന്തെങ്കിലും ചെയ്താൽ ഹൂ ഈസ് റെസ്പോൺസിബിൾ? മാസ്റ്റർ ഈസ് റെസ്പോൺസിബിൾ. അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ താൻ ചെയ്താൽ നോർമലി ടോട്ട് ഫീസർ ഈസ് ലയബിൾ. ഞാൻ തെറ്റ് ചെയ്താൽ ഞാൻ ലയബിൾ. ഞാൻ തെറ്റ് ചെയ്താൽ മറ്റൊരാൾ ലയബിൾ. അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് വിക്കേരിയസ് ലയബിലിറ്റി. അപ്പോൾ ഇത് ഒരിക്കലും വരത്തില്ല. ഇത് മൂന്നിലും ഏതാണ്? ഇത് രണ്ടും സെയിം ആണ്, സിനോണിമാണ്. ഓക്കെ, ഓർത്ത് വെക്കാം. നെക്സ്റ്റ് നമ്മളൊരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്, പബ്ലിക് കമ്പനിയുടെ അണ്ടർ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ABC എന്നൊരു പബ്ലിക് ലിമിറ്റഡ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതുന്നത്? ലിമിറ്റഡ് എന്ന് എഴുതും അല്ലേ. അപ്പോൾ ABC പബ്ലിക് ലിമിറ്റഡ് XYZ എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ മോർ ദാൻ 60% വോട്ടിംഗ് പവർ അല്ലെങ്കിൽ ഷെയർ മേടിച്ചു എന്ന് വെച്ചോ. ഇതെന്തായി? ഹോൾഡിംഗ് കമ്പനിയായി. ഇതെന്തായി? സബ്സിഡിയറി കമ്പനിയായി. ഇത് ഏത് കമ്പനിയാ? പബ്ലിക് കമ്പനിയാണ്. ഇത് പ്രൈവറ്റ് കമ്പനിയാണ്. പക്ഷെ ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് ആക്ട്, ഈ നിയമപ്രകാരം ഒരു പബ്ലിക് കമ്പനി ഒരു പ്രൈവറ്റ് കമ്പനീനെ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് കമ്പനിയും എന്തായിട്ട് മാറും? ഇറ്റ് ഈസ് എ പബ്ലിക് കമ്പനി ആയിട്ട് മാറും. അങ്ങനെ ശരിക്കും പബ്ലിക് കമ്പനി അല്ല. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഞാൻ പറഞ്ഞ റെസ്ട്രിക്ഷൻ ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസും നമ്പർ ഓഫ് മെമ്പേഴ്സിന് ലിമിറ്റേഷൻസും പ്രൊഹിബിഷനും എല്ലാം സെയിം ആണ്. പക്ഷേ പബ്ലിക് കമ്പനിക്ക് അപ്ലിക്കേബിൾ ആകുന്ന ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അപ്ലിക്കേബിൾ ആകും. 2015 പറയുന്ന എക്സംഷൻസ് ഒന്നും ഈ പ്രൈവറ്റ് കമ്പനി കിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ അതിന് ഡീംഡ്, ശരിക്കും പബ്ലിക് കമ്പനി അല്ല, ഡീംഡ് പബ്ലിക് കമ്പനി നമ്മൾ പറയും. ഓക്കെ, ഓർത്ത് വെക്കുക. ഡീംഡ് പബ്ലിക് കമ്പനി പ്രൈവറ്റും അല്ല. ഓക്കെ, ഡീംഡ് പ്രൈവറ്റും അല്ല, ഡീംഡ് പബ്ലിക് കമ്പനിയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ വന്നിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ നമ്പർ 2 is the correct answer. Okay, next. ഗവർണറിനെ റിമൂവ് ചെയ്യുന്ന അധികാരമാണ്. ഗവർണർ അപ്പോയിന്റ് ചെയ്യുന്ന ആരാ? പ്രസിഡന്റ്. അപ്പോൾ റിമൂവ് ചെയ്യുന്ന ആരായിരിക്കും? പ്രസിഡന്റ് തന്നെയായിരിക്കും. ഓർത്ത് വെക്കുക. ഓക്കെ, അതിന് സോൾ റൈറ്റ് ആണ് പ്രസിഡന്റ്. നെക്സ്റ്റ്, രാജ്യസഭയിൽ എത്ര പേര് നോമിനേഷൻ ചെയ്യാൻ പറ്റും? രാജ്യസഭയിൽ നമുക്കറിയാം, രാജ്യസഭയിൽ 12 പേരെ നോമിനേഷൻ ചെയ്യാൻ പറ്റും. ആർക്ക് നോമിനേഷൻ ചെയ്യാൻ പറ്റും? പ്രസിഡന്റ്. അപ്പർ ഹൗസ്, ലോവർ ഹൗസിന്റെ ലോകസഭയാണ്. പക്ഷേ ലോകസഭയിൽ 2 ആംഗ്ലോ ഇന്ത്യൻസിന് ചെയ്യാമായിരുന്നു. അത് മാറ്റി ഇപ്പോൾ ഫുള്ളി ഉള്ളവർ L543 എന്താണ്? ഫുള്ളി എലക്റ്റഡ് തന്നെയാണ്, നോമിനേറ്റഡ് ആരും തന്നെ ഇല്ല. അപ്പോൾ 12 മെമ്പേഴ്സിന് എന്താണ് നമ്മളത് നോമിനേഷൻ ചെയ്യുന്നു. ഓർത്ത് വെക്കുക. ഓക്കെ, നോമിനേഷൻ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് നോമിനേഷൻ ചെയ്യുന്ന നമ്പറാണ്. നെക്സ്റ്റ്, ജോയിന്റ് സിറ്റിംഗ്. എന്താ ജോയിന്റ് സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ? ലോകസഭയും രാജ്യസഭയും ഒരുമിച്ച് കൂടുന്നു. നോർമലി എങ്ങനെയാണ്? രാജ്യസഭയുടെ സെഷൻ വേറെ ആയിരിക്കും, ലോക്സഭയുടെ സെഷൻസ് വേറെ ആയിരിക്കും. അപ്പോൾ ചില വലിയ തീരുമാനങ്ങൾക്ക്
ചില കാര്യങ്ങളൊക്കെ എന്താണ് രാജ്യസഭയിൽ ലോക്സഭയിൽ ഒരുമിച്ച് വന്ന് ജോയിൻറ്റ് സിറ്റിംഗ് ചെയ്യണം. അതിനെ ഒരുമിച്ച് കൂട്ടുന്നത് ആക്ച്വലി പ്രസിഡന്റ് അല്ല, ഇറ്റ് ഈസ് സ്പീക്കർ ഓഫ് ലോക്സഭ ഓം ബിർളയാണ് എന്താണ് അവർ രണ്ടുപേരെ ഒരുമിച്ച് കൊണ്ടുവന്നത്. സ്പീക്കർ ഓഫ് ദ ലോക്സഭയാണ് എന്താണ് പ്രിസൈഡ് ചെയ്യുന്നത്. വിളിക്കുന്നത് പ്രസിഡന്റ് ആണെങ്കിലും പ്രിസൈഡ് ചെയ്യുന്നത് എന്താണ്, അതിനെന്താണ് പ്രിസൈഡ്സ് ഓവർ ബൈ. ഓക്കെ, ആക്ച്വലി ജോയിന്റ് സിറ്റിംഗ് ഇറ്റ് ഈസ് കോൾഡ് ബൈ ദ പ്രസിഡന്റ്. ഓക്കെ, കോൾഡ് ബൈ ദ പ്രസിഡന്റ്, പ്രിസൈഡ് ഓവർ ബൈ. പ്രിസൈഡ് ചെയ്യുന്ന ആ മീറ്റിംഗ് നയിക്കുന്നത് ആരാ എന്നൊരു കോൺസെപ്റ്റ് സ്പീക്കർ ഓഫ് ദ ലോക്സഭയാണ്. ഓക്കെ, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ഇവിടെ നമ്മൾ ആൻസർ സ്പീക്കർ ഓഫ് ദ ലോക്സഭ വരും. പ്രിസൈഡഡ് കോൾഡ് ബൈ എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ. നെക്സ്റ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാർട്ടീസ്. ഇപ്പൊ നിങ്ങൾക്ക് എക്സാമിനേഷനിൽ പ്രസിഡന്റ് മാത്രം ഉള്ളെങ്കിൽ ഗോ ഫോർ പ്രസിഡന്റ്. The relationship between the parties to a contract allowing them to sue each other but preventing a third party from doing so. ഓർമ്മയുണ്ടോ? പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്. ഇപ്പോൾ പ്രിവി പേഴ്സൺ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു രാജഭരണം ആയതിനു ശേഷം പ്രീവിയസ് ഉണ്ടായിരുന്ന പ്രിൻസസിന് നമ്മൾ ഒരു തുക കൊടുക്കുന്നതിൻ്റെ പേരാണ് നമ്മൾ ഈ പ്രിവി പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ പായസ് കോൺട്രാക്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹിന്ദു റിലീജിയസിലും അതൊരു കോൺസെപ്റ്റാണ്. നമ്മുടെ ഫാമിലിയിൽ ഡെറ്റോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ റിലീജിയസ് ഒബ്ലിഗേഷൻ എന്ന രീതിയിൽ അത് നമ്മൾ റീപേ ചെയ്തിരിക്കണം. മാൻഡേറ്ററി ആയിട്ട് അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം മകൻ വീട്ടിയിരിക്കണം എന്നൊരു റിലീജിയസ് ഒബ്ലിഗേഷൻ ആണ്. അപ്പോൾ നമുക്ക് പെർമനന്റ് കോൺട്രാക്ട് ഒന്നും അല്ല. അപ്പോൾ നമുക്ക് ഏറ്റവും ആൻസർ വന്നിട്ട് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്, തേർഡ് പാർട്ടി, സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട്. ഇപ്പോൾ ഞാനും നിങ്ങളുമായിട്ട് ഒരു കോൺട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തേർഡ് പാർട്ടിക്ക് വന്നിട്ട് ആ കോൺട്രാക്ടിന് അഗെയിൻസ്റ്റ് കേസ് കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് കേസ് ലോ ഇസ് ബിറ്റ്വീൻ യു ആൻഡ് മീ. നെക്സ്റ്റ് ഫസ്റ്റ് ക്ലോസ് ഓഫ് മെമ്മോറണ്ടം. നമുക്ക് മെമ്മോറണ്ടത്തെ ക്ലോസ് ഉണ്ട്, നമുക്കറിയാം നെയിം ക്ലോസ് ഉണ്ട്, സിറ്റുവേഷൻ ക്ലോസ് ഉണ്ട്, അതേപോലെ തന്നെ ഒബ്ജക്റ്റ് ലയബിലിറ്റി ഉണ്ട്, ക്യാപിറ്റൽ ക്ലോസ് ഉണ്ട്. കറക്റ്റാ? ലയബിലിറ്റി ക്ലോസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്ലോസ് ചെയ്താൽ നെയിം ക്ലോസ് ആണ്. സിമ്പിൾ ആൻസർ. നെക്സ്റ്റ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്ര ജഡ്ജസ് ഉണ്ട്? ആരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കറണ്ട്? ചന്ദ്രചൂഡ്. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇവിടെ 33 ആണ്, അതായത് 34 ഉണ്ട്, അതിനകത്ത് 1 ചീഫ് ജസ്റ്റിസ് പ്ലസ് 33. ഓക്കെ, അപ്പോൾ ടോട്ടൽ 34 ആണ് ഇപ്പോഴത്തെ കറണ്ട് പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് നമുക്കറിയാം ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ എഗ്രിമെന്റ്. ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ എഗ്രിമെന്റ് ഏത് കാറ്റഗറിയിൽ വരും? ഡൊമസ്റ്റിക് എഗ്രിമെന്റിൽ വരും. ശരിയല്ല? അതേപോലെ സോഷ്യൽ എഗ്രിമെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ എഗ്രിമെന്റ് എൻഫോഴ്സ്? ബാൽഫർ വേഴ്സസ് ബാൽഫർ ഓർമ്മയുണ്ടോ? അപ്പോൾ അവിടെ നമുക്ക് എന്തുകൊണ്ട് ആ ഒരു എഗ്രിമെന്റ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റാതിരുന്നത്? കാരണം അവിടെ എന്തില്ലെന്ന് പറഞ്ഞേ, നമ്മൾ എപ്പോഴും പറഞ്ഞിട്ട് റിലേഷൻഷിപ്പ് എപ്പോഴും ലീഗൽ ആയിരിക്കണം. അപ്പോൾ കൺസിഡറേഷൻ്റെ കാര്യമല്ല, കൺസെൻസസ് അഡിഡമുമല്ല, അതൊന്നും അങ്ങനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് ഒന്നുമല്ല. ദർ ഈസ് നോ ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻ, ദർ ഈസ് ഓൺലി എ ഡൊമസ്റ്റിക് റിലേഷൻ ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഓൾറെഡി പഠിച്ചൊരു സംഭവമാണ്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എപ്പോഴാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഡേ? ഇറ്റ് ഈസ് 26th November. അഡോപ്റ്റ് ചെയ്തത് 1949. സോ ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്ന് പറയുന്നത് നമ്പർ 26 ആണ്. നെക്സ്റ്റ് പാർട്ട് 2 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം പാർട്ട് 2 ഇറ്റ് ഈസ് അതിൽ ഫണ്ടമെന്റൽ റൈറ്റ്, പാർട്ട് 4 നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, പാർട്ട് 2 എന്താണ് നമ്മളിപ്പോഴും പഠിക്കുന്നത്? ഇറ്റ് ഈസ് സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ്. സിറ്റിസൺഷിപ്പ്. ഓക്കെ, ഓർത്ത് വെക്കുക. സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ് പാർട്ട് 2 സംസാരിക്കുന്നത്. നെക്സ്റ്റ് ചില നമ്മൾ പറഞ്ഞു പോകുന്നതാണ്, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലാത്തതുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് കമ്പനിയിൽ ദ കമ്പനി ക്യാൻ ഫർണിഷ് ടു ദ കമ്പനി ഷുഡ് ഫർണിഷ് കേട്ടോ, ഞാനല്ല. വെരിഫിക്കേഷൻ ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് ഇൻ വിച്ച് ഫോം ആണ് നോക്കുക. INC ഇൻകോർപ്പറേഷൻ ഫോം ഉണ്ട്, അത് ആക്ച്വലി INC 22 ആണ്. ഓർത്ത് വെക്കുക. INC 22 നമ്മൾ രജിസ്റ്റേർഡ് ഓഫീസ് വെരിഫിക്കേഷനെ കുറിച്ച് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നമ്മൾ അയച്ചു കൊടുക്കുന്ന ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഓർത്ത് വെക്കുക. രജിസ്റ്റേർഡ് ഓഫീസ്. നെക്സ്റ്റ് ആരാണ് പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിച്ചിട്ടുണ്ട്. പ്രൊമോട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ ഒരു ബിസിനസ് തുടങ്ങുന്നത്, അതായത് ബിസിനസ് ഇൻകോർപ്പറേഷനേക്കാൾ മുമ്പ് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്ന ആളുടെ പേരാണ് പ്രൊമോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ താഴെ പറയുന്നതിൽ ആരല്ല പ്രൊമോട്ടർ എന്നാണ് ചോദിക്കുന്നത്. ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൊമോട്ടർ? ഫസ്റ്റ് വൺ, a person who has control over the affairs of the company directly, indirectly, obviously he is a promoter. A person who is identifying the company's annual return, obviously. A person who is giving the advice in the professional capacity. Correct അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്, ഇദ്ദേഹം ഒരിക്കലും ഇപ്പോൾ നിങ്ങളൊരു കമ്പനി ഇൻകോർപ്പറേഷൻ ചെയ്യാൻ വന്നു, ഞാനൊരു CA കാരൻ അല്ലെങ്കിൽ CS കാരൻ CMA കാരൻ, ഞാൻ എന്ത് ചെയ്തു? ഞാൻ നിങ്ങൾക്ക് കമ്പനി ഇൻകോർപ്പറേഷൻ ചെയ്യാൻ വേണ്ടി സഹായിച്ചു. അപ്പോൾ ഞാനും അതിനകത്ത് പങ്കാളിയായി എന്ന് വെച്ച് ഞാൻ പ്രൊമോട്ടറാണോ? അല്ല. പ്രൊഫഷണൽ കപ്പാസിറ്റിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും എന്തല്ല, പ്രൊമോട്ടർ അല്ല. അപ്പോൾ ഇതും പ്രൊമോട്ടറാണ്. കാരണം പ്രോസ്പെക്ടസിൽ പ്രൊമോട്ടേഴ്സിൻ്റെ പേരെല്ലാം മെൻഷൻ ചെയ്തിട്ടാണ് നമ്മൾ പബ്ലിക്കിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യുന്നത്. ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, ദ ക്യാൻസലേഷൻ ഓഫ് എ കോൺട്രാക്ട് ഡ്യൂ ടു ഇമ്പോസിബിലിറ്റി ഈസ് കോൾഡ് ആസ്
ഫ്രസ്ട്രേഷൻ. ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂപ്പർ വിന്നിങ് ഇമ്പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. ഒരു കാര്യം എൻ്റർ ചെയ്ത സമയത്ത് പോസിബിൾ ആയിരുന്നു, പക്ഷേ എന്താണ് അത് പെർഫോമൻസ് ചെയ്യാൻ ഇമ്പോസിബിൾ ആയിട്ട് നിയമം മാറി. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ എ ബിനെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞ് എഗ്രിമെൻറ്റ് ചെയ്തു, പക്ഷേ ബി മരിച്ചു പോയി, ഇനി കോൺട്രാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇമ്പോസിബിൾ ആണ്. അത് ഫ്രസ്ട്രേഷൻ എന്ന് പറയും. ഓർത്ത് വെക്കുക. ഏജൻസി ഒന്നുമല്ല, പ്രിവിറ്റി അല്ല, ക്വാസി ഒരിക്കലും വരില്ല. ഫ്രസ്ട്രേഷൻ ഓഫ് കോൺട്രാക്ട്. നമ്മുടെ ബെനിഫിറ്റ് നമ്മൾ റിസീവ് എന്തെങ്കിലും കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞൊരു 10,000 മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റിട്ടേൺ ചെയ്ത് കൊടുക്കണം, അത് വേറെ, അത് ക്വാസി കോൺട്രാക്ട്. പക്ഷെ ഇവിടെ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നിരാശ എന്ന് മലയാളത്തിൽ പറയാം. അവിടെ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നടക്കില്ല എന്നൊരു കോൺസെപ്റ്റ്, നടക്കില്ല. ഓക്കെ, നെക്സ്റ്റ് ഇഞ്ചുറിയ സിനെ ഡാംനം, ഡാംനം സിനെ ഇഞ്ചുറിയ. ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ഇഞ്ചുറി, സൈന് വിത്തൗട്ട്, ഡാമേജ് ഡാമേജ് ഡാമേജ്. അപ്പോൾ എന്താണ് ഇഞ്ചുറി വിത്തൗട്ട് ഡാമേജ്. ഇപ്പോൾ ഡാംനം സൈൻ ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ഡാമേജ് വിത്തൗട്ട് ഇഞ്ചുറി. കറക്റ്റ് അല്ലേ? ഫേമസ് ആയ സംഭവമാണ് ഇഞ്ചുറി വിത്തൗട്ട് ഡാമേജ്. വിത്ത് ഒന്നുമല്ല, ഓൺലി ഡാമേജ് ഒരിക്കലും വരില്ല. ഇത് രണ്ട് നോക്കി, ഇഞ്ചുറി ഓപ്ഷനും കൂടെ വരും. ഡാമേജ് വിത്തൗട്ട് ഇഞ്ചുറി എന്ന് വരും. അപ്പോൾ നമ്മൾ നോക്കണം ആദ്യമേ എന്താണ് അതിനെ തമ്മിൽ ഇട്ടാൽ മതി. ഇവിടെ ഇഞ്ചുറി വിത്തൗട്ട് ഡാമേജ്, മറ്റേതാണെങ്കിലോ ഡാമേജ് വിത്തൗട്ട് ഇഞ്ചുറി. ഓക്കെ, ഓർത്ത് വെക്കുക ക്ലിയർ ആയിട്ട്. അപ്പോൾ ആൻസർ ഏതാണ്? നമ്മുടെ ഇഞ്ചുറി വിത്തൗട്ട് ഡാമേജ്. ഇവിടെ നമുക്ക് കിട്ടുമോ? ലീഗൽ റൈറ്റ് ഇൻഫ്രിഞ്ച് ആയോ? ഇൻഫ്രിഞ്ച് ആയി. ഓക്കെ, നെക്സ്റ്റ് ഓർഡിനൻസ് ഓഫ് ദ സ്റ്റേറ്റ്. ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു സെഷൻസ് കൂടാൻ പറ്റാത്ത സാഹചര്യത്തിൽ തൽക്കാലത്തിന് വേണ്ടി എന്താണ് നിയമം പാസ്സാക്കുന്ന രീതിയുടെ പേരാണ് ഓർഡിനൻസ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ആണെങ്കിൽ ആരാ? സ്റ്റേറ്റ് ആണെങ്കിൽ ഗവർണർ, സെൻട്രൽ ആണെങ്കിൽ പ്രസിഡന്റ്. ഇവിടെ ഓർഡിനൻസ് ഓഫ് ദ സ്റ്റേറ്റ് ആണ് ആരാ പ്രൊമുലേറ്റഡ്, പ്രഖ്യാപിക്കുന്നത് ആരാ? ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ്. കേരള സംബന്ധിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് എന്താണ് ഈ ഗവർണറായിട്ട് വരുന്നത്, പ്രൊമുലേഷൻ ചെയ്തത്. നെക്സ്റ്റ് ഡിറക്റ്റീവ് പ്രിൻസിപ്പൽ, DPSP നമ്മൾ എവിടുന്ന ബോറോ ചെയ്ത് ഓർത്ത് വെക്കുക? അയർലൻഡിൽ നിന്നാണ്. അതുകൊണ്ട് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ബോറോ ചെയ്തത്, ഓർത്ത് വെക്കുക. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ബോറോ ചെയ്തത്, മറക്കല്ലേ. നമ്മൾ നേരത്തെ US കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ പഠിച്ചത്? ഫണ്ടമെന്റൽ റൈറ്റ് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. അത് നമ്മൾ US കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഇനി കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇങ്ങനെ റിലേറ്റഡ്. ഇപ്പോൾ DPSP നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ് കമ്പനിയുടെ റെഗുലേഷനെ കുറിച്ച് പറയുന്നത് ഏതാണ്? റെഗുലേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഇന്റർണൽ ആയിരിക്കും, അല്ലേ? അപ്പോൾ ഇന്റർണൽ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഏതാ? കമ്പനി 2 ഡോക്യുമെന്റ് അല്ലേ ഉള്ളൂ. ഇത് മെമ്മോറണ്ടം, ആർട്ടിക്കിൾസ്, ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് അല്ല, ദിസ് വെൽ അല്ല, ഏതെങ്കിലും ഇത് രണ്ട്. ദിസ് ഈസ് ടോക്സ് അബൌട്ട് ദ എക്സ്റ്റേണൽ അഫെയർ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? ക്ലോസസ്. അപ്പോൾ റെഗുലേഷൻ സംസാരിക്കുന്നത് ഇപ്പോൾ ഏതായിരിക്കും? ഇറ്റ് ഈസ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മളിപ്പോൾ പറഞ്ഞ സംഭവം തന്നെയാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിഫോം സിവിൽ കോഡ് ഒന്നുമല്ല. അപ്പോൾ പിന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയോ റൈറ്റ് ആണ് നമ്മൾ നോക്കണം. ഇത് DPSPനെ കുറിച്ചാണ് പാർട്ട് 4 ഡിസ്കസ് ചെയ്തിരിക്കുന്നത്, ഓർത്ത് വെക്കുക. ഓക്കെ, DPSPനെ കുറിച്ച്. നെക്സ്റ്റ് കോ വാറണ്ടോ ഓർമ്മയുണ്ടോ? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സർച്യോരാരി, കോ വാറണ്ടോ. കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കോ വാറണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് അധികാരത്തിൽ നീ ഇവിടെ വന്നിരിക്കുന്നു. ഇപ്പം ഒരേ ജോലിക്ക് ഞാനും ഉണ്ട് നിങ്ങളും ഉണ്ട്. ഓക്കെ, ഇറ്റ് മീൻസ് എനിക്ക് അവകാശപ്പെട്ടത് എനിക്കാണ്, പക്ഷെ നിങ്ങൾ അവിടെ വന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ കോടതിയിൽ നിന്നും കോ വാറണ്ട് നിങ്ങളുടെ പേരിലേക്ക് ഇഷ്യൂ ചെയ്യും. അപ്പം നിങ്ങൾ പ്രൂവ് ചെയ്യണം നിങ്ങൾ എന്ത് അധികാരത്തിൽ ഇവിടെ ഇരിക്കുന്നു. നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല, ശരിക്കും എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, ഓർത്ത് വെക്കുക. അപ്പോൾ കോ വാറണ്ട് എന്താണ്? ഇത് മാൻഡമസ് ആണ്. ഓക്കെ, നമ്മുടെ എന്താണ് സ്മാരകങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്, അതൊന്നുമല്ല. അപ്പോൾ ഇത് രണ്ടും അല്ല. നെക്സ്റ്റ് ടു പ്രൊട്ടക്ട് എ പേഴ്സൺ ടു ഹോൾഡ് ഓഫീസ്, നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല. ഓക്കെ, ടു പ്രിവെന്റ് എ പേഴ്സൺ ടു ഹോൾഡ് ഓഫീസ് വിച്ച് ഈസ് നോട്ട് ലീഗൽ ഇൻ ടൈറ്റിൽ. അവിടെ ശരിക്കും ഇരിക്കേണ്ടത് ആരാ? ഞാനാ. ഇപ്പം ഇരിക്കുന്ന ആരാ? നിങ്ങൾ. അപ്പോൾ നിങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മെയിനായിട്ട് അത് വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് എന്ത് സംഭവിക്കും? നിങ്ങളെ പ്രിവെൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ പ്രൊട്ടക്ട് ചെയ്യപ്പെടും. കാരണം നിങ്ങൾ കസേരന്ന് എടുത്ത് കളഞ്ഞാലല്ലേ എനിക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഇരിക്കുമ്പോൾ എനിക്ക് പിന്നെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നു, തടയുന്നു. നെക്സ്റ്റ് സ്റ്റേറ്റ് സെൻട്രൽ ലെവൽ ഓർഡിനൻസ് ആണെങ്കിലോ പ്രസിഡന്റ് ആണ്. ഇപ്പോഴേ നമ്മൾ ഡിസ്കസ് ചെയ്ത സംഭവമാണ്. സ്റ്റേറ്റ് ആണെങ്കിലോ ഗവർണറാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന സംഭവമാണ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞ എന്താണ്? ലേലം. ലേലത്തിന് വേണ്ടി നോട്ടീസ് കൊടുക്കുന്നത് ആക്ച്വലി ഓഫർ ആണോ അല്ലെങ്കിൽ ഓഫറിനുള്ള ഇൻവിറ്റേഷൻ ആണോ? ഇൻവിറ്റേഷൻ ആണ്. എന്താണ് കല്യാണം എന്ന് പറയുന്നത്? ഓഫർ. കല്യാണത്തിനുള്ള ഇൻവിറ്റേഷൻ. ഇറ്റ് ഈസ് ജസ്റ്റ് ഇൻവിറ്റേഷൻ ടു ഓഫർ. കറക്റ്റ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എവിടെയാണ് ഓഫറിന്റെ രീതി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മിയർ സ്റ്റേറ്റ്മെന്റ് ആണ്, മിയർ ഇതെല്ലാം എന്താണ്? റിലേറ്റഡ് ആണ്. ഇത് മാത്രം വരില്ല, ഇത് 3 റിലേറ്റഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞത് ഏറ്റവും പ്രോപ്പർ ആൻസർ തന്നെ ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ ആണ്. ഇൻവിറ്റേഷൻ ടു ഓഫർ, അതായത് ലേലത്തിലേക്ക് വരൂ, ലേലത്തിൽ പങ്കെടുക്കൂ, നിങ്ങൾ ലേലം വിളിക്കൂ എന്ന് ഞാൻ നേരത്തെ ഒരു നോട്ടീസ് അയക്കുന്നത്. ആ നോട്ടീസ് എന്ന് പറയുന്നത് എന്തല്ല? ഓഫർ അല്ല, അത് ഓഫറിലേക്ക് വരാനുള്ള ഒരു ഇൻവിറ്റേഷൻ മാത്രമാണ്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂണിയൻ പവേഴ്സ്, സ്റ്റേറ്റ് പവേഴ്സ്. യൂണിയനും സ്റ്റേറ്റും ഒരുമിച്ച് നടത്തുന്ന കൺകറന്റ് പവേഴ്സ് നമുക്കറിയാം, ശരിയല്ല? അപ്പോൾ ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് ചെയ്യുന്ന പവേഴ്സ് ഉണ്ട്. ഇതൊക്കെ പറഞ്ഞിരിക്കുന്ന ഏത് ഷെഡ്യൂളിലാണ്? 7th ഷെഡ്യൂളിലാണ്, ഓർത്ത് വെക്കുക. 7th
എയ്ത്ത് ഷെഡ്യൂളിൽ എന്താ നമ്മൾ ഓർമ്മയുണ്ടോ? 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് എന്നൊക്കെ പറഞ്ഞത്. ഓക്കെ, ക്ലിയറാ? അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്? 3 ലിസ്റ്റുണ്ട്, അതൊന്ന് ഓർത്ത് വെക്കുക. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആർക്കാണ്? സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. സ്റ്റേറ്റ് ലിസ്റ്റ് പവേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 ബോത്ത് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ രണ്ടിലും ഒരു സ്റ്റേറ്റ് പോലീസ് വരും, സെൻട്രൽ ആർമി ഡിഫൻസ് പോലൊക്കെ അവിടെ വരും. ഓക്കെ, കൃത്യമായിട്ട് തന്നെ ഓർത്ത് വെക്കുക. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്കത് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.